മഴ കനക്കുന്ന സാഹചര്യത്തിലും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇടുക്കിയിലെ കെഎസ്ഇബി ഓഫീസുകൾക്ക് മുന്നിൽ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിക്കും. ഫിഫ വേൾഡ് കപ്പ് കാലത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ സുനിഷ, എങ്ങനെയാണ് ഇനിയും ഈ കറണ്ട് പോവുക എന്ന് പറയുമ്പോൾ ഈ മുൻ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷം വലിയ വിമർശനം എപ്പോഴും ഉന്നയിക്കുമായിരുന്നു. അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്. അതോടൊപ്പം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയൊക്കെ അന്ന് കേൾക്കാനൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സർക്കാർ മാറി, പക്ഷേ കറണ്ട് കെട്ട് മാറുന്നില്ല. പ്രത്യേകിച്ച് ഈ ലോകകപ്പ് ഫുട്ബോൾ കാലത്ത് യുവാക്കൾക്കൊന്നും ഒട്ടും സഹിക്കാനും കഴിയില്ല. ഇന്നലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കറണ്ട് മുടങ്ങിയത് കെഎസ്ഇബി ഓഫീസിലേക്ക് നേരിട്ടൊരു ഫുട്ബോളുമായി ചെന്നുകൊണ്ടൊരു പ്രതിഷേധത്തിൻ്റെ രൂപത്തിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഇനിയും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുമോ? ഉറപ്പായിട്ട് ഷിഹാസെ, അതിലൊരു സംശയവുമില്ല. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏത് രീതിയിലാണ് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ മഴക്കാലമായിട്ടും കറണ്ട് പോവുക എന്ന് പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന ഒരു സമയമാണ്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ കളി കാണുന്ന സമയത്തൊക്കെയാണ് കറണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് വലിയ തരത്തിൽ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് വലിയ പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഷിഹാസ് പറഞ്ഞതുപോലെ ചിലർ ഈ പോർച്ചുഗലിന്റെ കളിയുടെ ദിവസമാണെന്ന് തോന്നുന്നു, ചില ആളുകൾ ആ കെഎസ്ഇബി ഓഫീസിൽ പോയി അവിടെ വെച്ച് ഫുട്ബോൾ കളി കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നലെയാണെങ്കിൽ കെഎസ്ഇബി ഓഫീസിലേക്ക് പോയി അവിടെ വെച്ച് ഫുട്ബോൾ കളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് കണ്ടത്. അതേ രീതിയിൽ വരുന്ന ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇന്ന് ഇടുക്കിയിൽ ഡിവൈഎഫ്ഐയുടെ വേറിട്ട പ്രതിഷേധവും ഇതേ രീതിയിൽ തന്നെയാണ്. ഫുട്ബോൾ കളിച്ചുകൊണ്ട് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലുമായി ഇത്തരത്തിൽ കെഎസ്ഇബി ഓഫീസുകളിൽ പോയി പ്രതിഷേധിക്കും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ അറിയിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് വലിയ പ്രതിഷേധമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോഴും കെഎസ്ഇബി പറയുന്നത് ഈ നിയന്ത്രണം വയ്ക്കാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ്. നിലവിൽ വലിയ പ്രതിസന്ധി അത് വൈദ്യുതി ലഭിക്കാത്തതിന്റെ ഭാഗമായി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണം ഈ ജൂൺ 30 വരെ വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് കെഎസ്ഇബി കണക്ക് കൂട്ടുന്നത്.